ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ കുടുംബാംഗങ്ങൾക്കും സാദര നമസ്കാരം. വളയനാട് ഭക്തജനസമിതിയും ദേവസ്വത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സായാഹ്ന വിചിന്തനമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. വളരെ അപൂർവമായിട്ടാണ് ദേവസ്വവും ഭക്തജനങ്ങളും ഒന്നിച്ചുള്ള പരിപാടിക്ക് എനിക്ക് വളരെ കുറച്ചേ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ ദേവസ്വത്തിന് നല്ലൊരു ഓഫീസറെ ഇവിടെ ലഭിച്ചു, അതാണ് കാരണം. ശബരിമലയിൽ രഹന ഫാത്തിമ പോകുന്ന സമയത്ത് കൂടെ കരഞ്ഞുകൊണ്ടൊരു ഓഫീസർ പോയിരുന്നു. അന്നത്തെ ADGP ശ്രീജിത്ത് സാർ. പിറ്റേ ദിവസം അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ യൂണിഫോമൊക്കെ അഴിച്ചു മാറ്റിയതിനു ശേഷം അയ്യപ്പൻ്റെ മുന്നിൽ പോയിട്ട് മാപ്പ് പറയുന്ന രംഗവും നമ്മൾ കണ്ടു. പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പലതും ചെയ്യുവാൻ ബാധ്യസ്ഥരായി മാറുന്നു, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറ്റു പലതും കൊണ്ട്. എന്നാൽ നന്മ നിറഞ്ഞ ഒത്തിരി ആളുകൾ അക്കൂട്ടത്തിലേ നമുക്ക് കാണാൻ കഴിയും. അവരാഗ്രഹിക്കുന്നു, ഹിന്ദുവാണ് ദേവസ്വം ബോർഡ്. രാജഭരണത്തിൽ നിന്ന് സർക്കാർ ഭരണം വന്നപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ രാജാക്കന്മാർ സർക്കാരിനെ ഏൽപ്പിച്ചു. ക്ഷേത്രം മാത്രമല്ല, 10,000 ഏക്കർ ഭൂമിയും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാം സർക്കാരെ, പകരം ക്ഷേത്രത്തിന് ഇത്ര നിങ്ങൾ തിരിച്ചു കൊടുക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഞങ്ങൾ ശബരിമലയിൽ ഒന്നും ഇങ്ങോട്ട് എടുക്കാറില്ല, എല്ലാം അങ്ങോട്ട് കൊടുക്കാറാണെന്ന്. ഔദാര്യമല്ല. 10,000 ഏക്കർ ക്ഷേത്രഭൂമി ദേവസ്വം ബോർഡ് വരുന്ന സമയത്ത് സർക്കാരിൻ്റെ കയ്യിലേൽപ്പിച്ചു. അതിൽ 40% ഭൂമി പലരുടെയും കയ്യിലാണ്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ ഹിന്ദു ഐക്യവേദി വലിയ കേസ് നടത്തി. ഒടുവിൽ മനോരമ കയ്യിൽ വെച്ചിരിക്കുന്ന 400 ഏക്കർ ഭൂമി നമ്മൾ തിരിച്ചു പിടിച്ചു. ഇങ്ങനെ ആരുടെയൊക്കെ കയ്യിൽ എത്ര ഭൂമിയുണ്ടെന്ന് നമുക്കറിയില്ലെങ്കിലും ഈ ദേവസ്വം എന്ന സംവിധാനം ദേവന്റെ സത്വത്തെയും ദേവന്റെ സ്വത്തിനെയും ദേവന്റെ ചൈതന്യത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഹിന്ദുക്കളുടെ കൂട്ടായ്മയിൽ ഉണ്ടായതാണ്. കാരണം അതിൽ ഹിന്ദുക്കളാണുള്ളത്. ഭക്തജനങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ആവട്ടെ, മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചവരാണ് ദേവസ്വം ബോർഡ് നയിക്കുന്നത്. ദേവസ്വം ബോർഡ് മന്ത്രി ഒരു ഹിന്ദു ആയിരിക്കണം. അങ്ങനെയുള്ള ചില നിബന്ധനകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ നല്ലൊരു ദേവസ്വം ഓഫീസറെ ലഭിച്ചു. അതുപോലെ ഈ സാമൂതിരി കുടുംബം, ഇവിടെ സാമൂതിരി രാജാക്കന്മാർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയപ്പോൾ കൊച്ചി രാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ്, തിരുവിതാംകൂർ അനന്തപത്മനാഭന്റെ ദാസൻ എന്നാണ് അറിയപ്പെടുക. പത്മനാഭന്റെ ദാസന്മാരായി നാട് ഭരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ കാണിക്ക മൊത്തം കൊണ്ടുപോയിട്ട് A നിലവറ, B നിലവറ, അങ്ങനെ കുറേ നിലവറകൾ ഉണ്ടാക്കി. ഇപ്പോഴാണ് A എന്ന് പേര് കൊടുത്തത്. മുമ്പതിന് A എന്നൊന്നും പേരായിരിക്കില്ല. അങ്ങനെ കുറേ നിലവറകളിൽ സൂക്ഷിച്ചു വെച്ചു. 3 നിലവറ തുറന്നപ്പോൾ 25 ലക്ഷം കോടി രൂപയുടെ സ്വർണം, പവിഴം, മുത്തുകൾ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആലോചനയുണ്ട്, പലരും സോഷ്യൽ മീഡിയയിൽ കാണാം, ഇതെടുത്തിട്ട് വീടുണ്ടായിക്കൂടെ, ഇതെടുത്തിട്ട് മറ്റു പലതും പണിതുകൂടെ. ഏത്? അനന്ത പത്മനാഭന്റെ ദാസന്മാരായി രാജ്യം ഭരിച്ച് പത്മനാഭന്റെ കാൽക്കീഴിൽ സമർപ്പിച്ച കാണിക്ക സ്വർണം എടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എടുക്കാൻ ഇപ്പോൾ പറ്റില്ല. അതിന് ചില നിബന്ധനകൾ അന്ന് രാജാക്കന്മാർ വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇതെടുക്കേണ്ടത്, എപ്പോൾ ഇത് എടുക്കരുത്, വിത്തിന് വെച്ചത് എടുക്കരുത് എന്നൊരു നിയമമുണ്ട്. കർഷകൻ വിത്തിന് വെക്കും, പട്ടിണി കിടന്നാൽ പോലും വിത്തിന് വെച്ചത് എടുക്കില്ല. കാരണം അടുത്ത വർഷം വീണ്ടും നെല്ലുണ്ടാകണമെങ്കിൽ ഈ വിത്ത് വേണം. അപ്പം അതുകൊണ്ട് വിത്തിന് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പൂർവികന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സാമൂതിരി മഹാരാജാവ് അല്ലെങ്കിൽ ആ പരമ്പര ഈ നാട് ഭരിച്ചപ്പോൾ, കൊച്ചി മഹാരാജാവ് നാട് ഭരിച്ചപ്പോൾ ധർമ്മമായിരുന്നു അടിസ്ഥാനം. അവർ തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നാട്ടുരാജാക്കന്മാർ തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാമൂതിരി രാജാവ് അനന്തപത്മനാഭനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ആരുണ്ടാകും? അവിടുത്തെ രാജാവ് ഉണ്ടാവും. അവിടുത്തെ രാജാവ് ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ കൊച്ചി രാജാവ് സ്വീകരിക്കുവാനുണ്ടാവും. അവർ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തല്ലും ബഹളമൊക്കെ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം അതാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ 10 ദിവസം, ഒരു 30-ാം തീയതിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അയോധ്യ, കാശി, മധുരയിൽ പോയി.
എല്ലാ വർഷവും 5 പ്രാവശ്യം പോകാറുണ്ട് തീർത്ഥയാത്രയായിട്ട്. ഒരു 135 അമ്മമാർ, പ്രായമുള്ള ആളുകളാണ് കൂടുതലുണ്ടാവുക. കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ മക്കളൊക്കെ ജീവിതത്തിലെ പല കാര്യങ്ങൾ കൊണ്ടും പല സ്ഥലങ്ങളിലുമാണ്, UK കാനഡയിലൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് അയോധ്യ, കാശി, മധുര കാണണം. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും അവരെ. അയോധ്യയിൽ ചെന്നാൽ രാമൻ ജനിച്ചത് അവിടെയാണ്, പക്ഷെ അവിടെ കർക്കിടകം രാമായണ മാസമല്ല. കേരളത്തിൽ കർക്കിടകം രാമായണ മാസമാണ്. അപ്പം രാമൻ എവിടെയാണ് ജനിച്ചത്? ഇവിടുന്ന് 2500 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ. കോസല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. അയോധ്യയിൽ ജനിച്ച രാമനെ കുറിച്ച് കർക്കിടക മാസം വന്നാൽ ഒരു മാസം മൊത്തത്തിൽ ഇവിടുത്തെ അമ്മമാർ പാടും. രാമായണം വായിക്കാറില്ലേ? ഇല്ലേ? കർക്കിടകം നമുക്ക് രാമായണ മാസമാണ്. പക്ഷെ രാമൻ ജനിച്ചത് ഇവിടെയല്ല. ഇവിടെയാണ് 2500 കിലോമീറ്റർ അകലെ. അവിടെ ചെന്നിട്ട് ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടിയാണോ കഴിച്ചത് എന്ന് ചോദിച്ചാൽ ഒന്നും അവന് മനസ്സിലാവില്ല. അവൻ ഹിന്ദിയാണ് പറയാൻ. അത് നമ്മുടെ ഭാഷ അവന് മനസ്സിലാവില്ല. പക്ഷേ രാമൻ ജനിച്ച അയോധ്യയിൽ നിന്ന് ഇങ്ങ് കേരളത്തിലാണ് കർക്കിടകം രാമായണ മാസം. അയോധ്യയിൽ നിന്നൊരു 9 മണിക്കൂർ സഞ്ചരിച്ചാൽ മധുരയിലെത്താം. ശ്രീകൃഷ്ണൻ ജനിച്ച കാരാഗ്രഹത്തിൽ അല്പസമയിരിക്കാം, ഒരു 2 മിനിറ്റ്. ഭഗവാൻ ജനിച്ച കാരാഗ്രഹം, ഭഗവാൻ ജനിച്ച ആ വൃന്ദാവനം, ഗോകുലം, ഓടിക്കളിച്ചമ്പാടി, ഭഗവാൻ മണ്ണ് വാരി തിന്നപ്പോൾ യശോദാദേവി തല്ലിയിട്ട് വാ തുറക്കട എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വാ തുറന്നപ്പോൾ ബ്രഹ്മാണ്ടം കണ്ടു എന്ന് പറഞ്ഞില്ല, അത് ആ ഗട്ടിനാണ് ബ്രഹ്മാണ്ട ഗട്ട്. അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ ഉത്തർപ്രദേശിൽ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയില്ല. അത് കേരളത്തിലാണ്. ഏറ്റവും വലിയ ശോഭായാത്ര നടക്കുന്നത് നിങ്ങളുടെ കോഴിക്കോടാണ് അല്ലേ? കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശോഭായാത്ര നടക്കുക. ഒരു 100-100ഓളം ശോഭായാത്രകൾ ഒന്നിച്ച് കാണാൻ വിദേശികളടക്കം വരുന്ന രീതിയിലാണ് ഈ കോഴിക്കോട് നഗരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടക്കുക. അപ്പോൾ ഇവിടെയാണ് ഭഗവാൻ ജനിച്ചത്. 2500 കിലോമീറ്റർ അകലെ മധുരാപുരിയിൽ ജനിച്ചു. പക്ഷെ ശ്രീകൃഷ്ണൻ്റെ ജയന്തി 10,000-ൽ പരം ശോഭായാത്രകളിലൂടെ നമ്മൾ ആചരിക്കും. അതുകൊണ്ട് രാമനും കൃഷ്ണനും നമ്മളെ ഒന്നിപ്പിക്കുന്നു, രാമനും കൃഷ്ണനും നമ്മളെ പ്രചോദിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വളയനാട് ഭക്തജന സമിതി നോക്കുമ്പോൾ അമ്മമാരാണ് കൂടുതലും ആ സമിതിയുടെ ഭാഗമായിട്ടുള്ളത്. സന്തോഷം. എപ്പോഴും വീടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീടിൻ്റെ വിളക്ക് എന്നൊക്കെ പറയുന്ന ആരെയാണ്? അമ്മയാണ്. അത് വിളക്ക് വെക്കുന്നുകൊണ്ടാണോ? വിളക്ക് ആർക്കും വെക്കാം, അത്ര വെയിറ്റ് അല്ലേ അതിനുള്ളൂ. അതുകൊണ്ടല്ല. ഹിന്ദുവിൻ്റെ എല്ലാ ചടങ്ങും തുടങ്ങുന്നത് നിലവിളക്ക് കത്തിച്ചിട്ടാണ്. അഗ്നി സാക്ഷിയല്ലാത്തൊരു ചടങ്ങും നമുക്കില്ല. മരിച്ചാലും അഗ്നിയാണ് സാക്ഷി, ജനിച്ചാലും അഗ്നിയാണ് സാക്ഷി. കല്യാണത്തിനും നാമകരണത്തിനും എന്ന് വേണ്ട സകല ചടങ്ങിനും 16 ഷോഡശ സംസ്കാര ചടങ്ങുകൾക്കും ഏതാണ് സാക്ഷി? അഗ്നിയാണ്. പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതിൽ അഗ്നി മൂന്നാമനാണ്. പഞ്ചഭൂതങ്ങളിൽ മൂന്നാമനായ അഗ്നിയുടെ സവിശേഷത അതൊരിക്കലും സ്വയം അശുദ്ധമാവില്ല. എന്നാൽ എല്ലാ അശുദ്ധിയെയും ഇല്ലാതാക്കും. ഏത് അശുദ്ധി അഗ്നിയിലിട്ടാലും അഗ്നി അതിനെ വെന്ത് വെണ്ണിറായി കളയും. അതുകൊണ്ടാണ് ഹിന്ദുവിൽ മനുഷ്യൻ മരിച്ചാൽ അഗ്നിക്ക് കൂടുക. മുത്തശ്ശൻ മരിച്ചു, മുത്തശ്ശി മരിച്ചു, ഇനി ഞാൻ മരിച്ചു, നിങ്ങൾ മരിച്ചു, എല്ലാവരും മരിക്കും. മരിച്ചാൽ ആർക്ക് കൊടുത്തേക്കണം? അഗ്നിക്ക് കൊടുത്തേക്കണം. അഗ്നി അതിനെ വെന്ത് വെണ്ണീറാക്കി തരും. അപ്പോൾ ആ അഗ്നിയെ സാക്ഷിയാക്കിയാണ് ഹിന്ദുക്കളുടെ എല്ലാ ചടങ്ങും നടക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേര് ഭാരതം എന്നായതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിന് 3 പേരുണ്ട്. അർത്ഥശൂന്യമായ ഇന്ത്യ, രണ്ടാമത്തേത് ഭാരതം, മൂന്നാമത്തേത് ഹിന്ദുസ്ഥാൻ. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭാസിൽ രമിക്കുന്നത്. ഭാ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ്. അപ്പം പ്രകാശത്തിൽ രമിക്കുന്ന നാടാണ് ഭാരതം. പ്രകാശത്തിൽ രമിക്കുന്നവൻ ഭാരതീയൻ. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രതീകമായിട്ട് ഹിന്ദുക്കൾ ഈ നിലവിളക്കിനെ സ്വീകരിച്ചിരിക്കുന്നു. ആ അഗ്നി തെളിയിക്കാത്ത ഒരു ചടങ്ങുകളും നമുക്കില്ല. അതുകൊണ്ട് ഇവിടെയും മനോഹരമായ അഗ്നി തെളിയിച്ചിട്ടും സ്വീകരണങ്ങളൊക്കെ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രഭാഷണ സമയത്തേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വിഷയം സനാതനധർമ്മത്തിൽ കുടുംബഭദ്രത എന്നുള്ളതാണ്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കുമോ എന്ന രീതിയിലാണ് ചിലപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ.
സനാതനം എന്ന് പറഞ്ഞാൽ അതൊരു ചാതുർവർണ്ണ്യ സംഭവമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിരുന്നു വേദം കേട്ടതുകൊണ്ട്. അതുകൊണ്ട് ചാതുർവർണ്ണ്യം വരുത്താൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നു. അതുകൊണ്ട് സനാതനധർമ്മം എന്നാൽ ചാതുർവർണ്ണ്യമാണ് എന്ന് ചിലർ പറയുമ്പോൾ, നമ്മൾ ഹിന്ദുക്കൾ, ഭക്തന്മാർ 4 ടൈപ്പ് ആളുകളാ ഹിന്ദുക്കൾ. അതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആളുകൾ ആശയക്കുഴപ്പത്തിലാവും. ഏതൊക്കെ 4 ടൈപ്പ് ഹിന്ദുക്കൾ? ഒന്നാമത്തെ ഹിന്ദു, ഞാനൊരു ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ. എനിക്ക് 4 വേദമുണ്ട്, എനിക്ക് 5 ഉപവേദമുണ്ട്, എനിക്ക് 6 വേദാംഗമുണ്ട്, എനിക്ക് 18 പുരാണവും 108 ഉപനിഷത്തുക്കളും 2 ഇതിഹാസങ്ങളും 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും അടക്കം എൻ്റെ പുസ്തകങ്ങൾ നിരത്തി വച്ചാൽ ഈ കോർപ്പറേഷൻ മുഴുവൻ വേണ്ടിവരും. അങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥശേഖരത്തിൻ്റെ ഉടമകളാണ് ഞാനാണ്. എൻ്റെ സംസ്കാരമാണ് ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, മതമുള്ളവനെ ഇല്ലാത്തവനെ ഈ മണ്ണിലേക്ക് സ്വീകരിച്ചത്. എല്ലാവർക്കും സ്ഥാനം നൽകിയ മണ്ണാണിത്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിച്ച മണ്ണാണിത്. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഞാനൊരു ഹിന്ദുവാണ്. ഇതാണ് ഒന്നാമത്തെ ഹിന്ദു. അത് കുറച്ചേ ഉള്ളൂ, നമ്മളെപ്പോലെയുള്ള കുറച്ച് ഹിന്ദുക്കൾ. രണ്ടാമത്തെ ഹിന്ദുക്കളാണ് വളരെ കൂടുതൽ വിശ്വാസികൾ. അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ട് ഞാനും ഹിന്ദുവായി. അവരമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടതുകൊണ്ട് ഞാനും അവരുടെ കൂടെ അമ്പലത്തിൽ പോയി. അവരിങ്ങനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു. അവരെങ്ങാനും ഇങ്ങനെയാണ് നമസ്കരിച്ചെങ്കിലോ ഞാനും തലയിൽ കൈവച്ച് നമസ്കരിച്ചേനെ. ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നോട് ചോദിക്കരുത്. ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കുന്നവരാണ്, കല്ലിൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിഗ്രഹാരാധകരാണ്, അതിൻ്റെ അർത്ഥം ഇന്നേതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വിശ്വാസിയായ ഭക്തനായ ഹിന്ദു. ഞങ്ങൾക്കെല്ലാം ഏക ദൈവങ്ങളാണ്, നിങ്ങൾക്ക് 33 കോടി ദൈവങ്ങളാണ്. നിങ്ങളുടെ ദൈവങ്ങളെല്ലാം കല്ലുകളാണെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം, എന്താണ് ദൈവങ്ങൾ, ഈശ്വരനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത സാമാന്യ ഹിന്ദു. എന്നാൽ അവരാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ, വിശ്വാസങ്ങളെ നിലനിർത്തുന്നത്. കാരണം എല്ലാ ദിവസവും അമ്പലത്തിൽ വരുന്ന ഹിന്ദു ഇതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അന്വേഷിക്കാറില്ല. അവൻ അമ്പലത്തിൽ വരുന്നു, അവിടെ പുഷ്പാഞ്ജലി കഴിക്കാറുണ്ട്, മറ്റ് പല പൂജകളും കഴിക്കാറുണ്ട്, ഭഗവാനെ തൊഴാറുണ്ട്. ഭഗവാനെ, എൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണം, എൻ്റെ മകനെ SSLCക്ക് A+ഓടുകൂടി പാസ്സാക്കണം, എന്നാൽ 1 ലിറ്റർ വെളിച്ചെണ്ണ ഭഗവതിക്ക് എൻ്റെ വക പ്രത്യേകിച്ചുണ്ടാകും. അങ്ങനെയൊക്കെ ഭഗവതിയുമായിട്ട് ഇങ്ങനെ ഭഗവാനോടും ഭഗവതിയോടൊക്കെ കാര്യങ്ങൾ പറയുകയും പരിഭവിക്കുകയും പിണങ്ങുകയും, ഇനി ഞാൻ ഈ അമ്പലത്തിലേക്കില്ല, എൻ്റെ മോൻ SSLCക്ക് തോറ്റുപോയി എന്നൊക്കെ പറയുന്ന പിണക്കത്തിലും ഇണക്കത്തിലും ഒക്കെ അങ്ങനെ ജീവിക്കുന്ന ഭക്തരായിട്ടുള്ള രണ്ടാമത്തെ ഹിന്ദു. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ നല്ല ഹിന്ദുക്കളാണ്. മൂന്നാമത്തെ ഒരു തരം ഹിന്ദു ഉണ്ട്, അത് മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ച ആളുകളാണ്. പക്ഷെ ഹിന്ദുവിനിട്ട് എന്തൊക്കെ പണി തരാമോ അതൊക്കെ അവർ തന്നിരിക്കും. മതമെന്ന് ചോദിച്ചാൽ ഹിന്ദുവാണ്. റിലീജിയൻ എന്നൊരു കോളമില്ലേ, നമ്മൾ 10ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ അല്ലേ 1ാം ക്ലാസ്സിൽ കുട്ടിയെ ചേർക്കാൻ ചൊല്ലുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ ചോദിക്കില്ലേ എന്താ മതം, അപ്പം നമ്മൾ എഴുതും ഇന്നത്. അതിൻ്റെ അപ്പുറം വേറൊരു കോളമുണ്ട്, കാസ്റ്റ്, വാല്, അതും കൂടി പൂരിപ്പിക്കും. ഇത് രണ്ടും പൂരിപ്പിക്കും. പക്ഷെ വാ തുറന്നാൽ ഹിന്ദുവിനെതിരെ, നമ്മുടെ സംസ്കാരത്തിനെതിരെ, നമ്മുടെ ധർമ്മത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കുകയും ചെയ്തതാണ് മൂന്നാമത്തെ ഹിന്ദു. നാലാമത്തെ ഹിന്ദു ഏതാ? ഞങ്ങൾ ഹിന്ദുക്കളെ അല്ല കേട്ടോ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നവർ അവരാരും വിദേശത്ത് വന്നവരല്ല. 1000 കൊല്ലം മുമ്പ് കഷായത്തിനെടുക്കാൻ ഒരു മുസൽമാനി കോഴിക്കോട് ഉണ്ടായിരുന്നോ? വെറും ഒരു കഷായത്തിനെടുക്കാൻ ഉണ്ടായിരുന്നില്ല. 1400 കൊല്ലം മുമ്പ് ഒരൊറ്റ ക്രിസ്ത്യാനി ഈ നാട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടുന്ന് വന്നു? ഈ മതം പുറത്തുനിന്ന് വന്നു. ഹിന്ദുക്കൾ മതം മാറി, അത്രയേ ഉള്ളൂ. ഹിന്ദുക്കളായ നമ്മൾ മതം മാറി. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? കൊടുങ്ങല്ലൂർ വന്നു സ്വാമിജി. സ്വാമിജിയുടെ കുതിരവണ്ടി തെളിയിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. കഴുത്തിൽ വലിയ കുരിശൊക്കെ ഉണ്ട്. ഇയാൾ മനോഹരമായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഭജന പാടുന്നു. ഇത് കേട്ടപ്പോൾ സ്വാമിജിക്ക് സംശയം, അല്ല ക്രിസ്ത്യാനി,
താങ്കൾ എങ്ങനെയാണ് ഭഗവാന്റെ ഭജന പാടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സ്വാമി, ഞാൻ 2 കൊല്ലം മുമ്പ് വരെ ഒരു പുലയനായിരുന്നു. അന്ന് ഈ നമ്പൂതിരിയെ കാണുമ്പോൾ ഞാൻ ഓടണം. ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായപ്പോൾ ഇതേ നമ്പൂതിരി ആ വീട്ടിലെ കാര്യസ്ഥനാക്കി എന്നെ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, ഇവർ മതം മാറിയാൽ അവനെ അതേ നമ്പൂതിരി തറവാട്ടിലെ കാര്യസ്ഥനാക്കി നിയമിച്ചിരുന്നത് കണ്ടപ്പോൾ സ്വാമിജിക്ക് അപകടം ബോധ്യപ്പെട്ടു. സ്വാമിജി പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഡോക്ടർ പൽപ്പുവിനോടാണ് പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിരന്തരമായ ആചാര്യന്മാരുടെ പ്രവർത്തനം വേണം, സന്യാസിമാരുടെ പ്രവർത്തനം വേണം. അവർ നേതൃത്വം കൊടുക്കണം. പിന്നൊരു ഒഴുക്ക ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു തുടങ്ങിയ നവോത്ഥാന നായകന്മാരും ഗുരു പരമ്പരയുമെല്ലാം ഈ മണ്ണിൽ അങ്ങോട്ട് ഉഴുതും മറിച്ച് പ്രവർത്തിച്ചു. 50 വർഷക്കാലം തൊട്ടുകൂടായ്മ പോയി, തീണ്ടിക്കൂടായ്മ പോയി, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥ പോയി. സ്വർഗീയ മാധവ്ജി 52 കൊല്ലം മുമ്പ് ആലുവയിൽ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചു. പുലയനും പറയനും അമ്പലത്തിലെ ശാന്തിക്കാരനാകാമെന്ന് പറഞ്ഞു. തൊട്ടുകൂടാതെ, തീണ്ടിക്കൂടാത്തവരായി പുറത്തു നിന്നവർക്ക് അമ്പലത്തിന്റെ ശ്രീകോവിൽ കയറി പൂജ നടത്തുവാൻ കഴിയണം. എത്ര പേർ ആദിവാസി സഹോദരങ്ങൾ, പുലയർ, പറയർ, ഈഴവർ, നായർ എല്ലാവരും ഇന്ന് അമ്പലത്തിലെ ശാന്തിക്കാരായി. എവിടെയാ തൊട്ടുകൂടായ്മ ഉള്ളത്? എല്ലാം മാറ്റി. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും ഹിന്ദുക്കൾ ജാതിയാണെന്ന്. ഹിന്ദുക്കൾ ജാതിയാണ്, നമ്മളെ അങ്ങനെ വിഘടിപ്പിക്കാൻ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കൂട്ടായ്മകൾ, അതാണ് ഇതിൻ്റെ യൂണിറ്റ്. ഈ പ്രദേശത്തിൻ്റെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ. അപ്പം നമ്മൾ പഠിക്കുക, ഞാൻ ആരാണ്, ഞാൻ എന്തല്ല. മനുസ്മൃതി പറഞ്ഞിരിക്കുന്നു സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. ശരി, മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഹിന്ദുക്കൾ അനുസരിക്കുമോ? നിങ്ങൾ സ്ത്രീജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? സ്ത്രീ ആയിപ്പോയി എന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? സ്ത്രീ ആയിപ്പോയി എന്നതുകൊണ്ട് രാഷ്ട്രപതിയാകാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടോ? സ്ത്രീ ആയിപ്പോയി എന്നതുകൊണ്ട് പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും തടസ്സമുണ്ടോ? MLA ആകുവാനും MP ആകുവാനും മന്ത്രിയാകുവാനും മുഖ്യമന്ത്രിയാകുവാനും രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും ഹിന്ദു സ്ത്രീകൾക്ക് തടസ്സമൊന്നുമില്ല, ഉണ്ടോ? അങ്ങനെയെങ്കിൽ മനുസ്മൃതിയിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അംഗീകരിക്കാത്ത മതനിയമങ്ങൾ എവിടെ പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ഇനി മനുസ്മൃതി എന്ത് പറയുന്നു പറഞ്ഞില്ല എന്നത് മനുസ്മൃതി വെച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ചിന്തിക്കാം. കാരണം 2850 പരം ശ്ലോകങ്ങളുള്ള മനുസ്മൃതിയിലെ ഒരൊറ്റ ശ്ലോകയെ വിമർശകന്മാർക്ക് അറിഞ്ഞുകൂടും. ഏതാണ്? പിതാ രക്ഷതി കൗമാരേ ഭർത്രോ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്രമർഹസി. ആ ശ്ലോകം മാത്രം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് മാത്രം. പക്ഷെ എത്ര നാര്യസ്തി പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്നത് പഠിച്ചു വെച്ചിട്ടേ ഇല്ല, അവൻ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ 33 കോടി ദൈവങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്കാണ് സംവരണം കൂടുതൽ. 55% സ്ത്രീകളാണ്. ദൈവങ്ങളിൽ ഭഗവതിയും ദേവിയാണ് കൂടുതൽ. നമ്മളൊരു ഭഗവതിയുടെ സന്നിധിയിലാണ്. അപ്പം അവിടെ നമ്മൾ ആലോചിക്കുക, നമ്മളെല്ലാവരും ഹിന്ദുവായതിൽ അഭിമാനിക്കേണ്ടവരാണ്. അങ്ങനെ അഭിമാനിക്കണമെങ്കിൽ ഞാൻ ഹിന്ദുവാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഒരു 10-20 കൊല്ലം മുമ്പ് ഈ പ്രഭാഷണമൊന്നും ഹിന്ദുക്കൾക്കിടയിൽ ക്ലച്ച് പിടിക്കില്ല. ഒരു 20 വർഷം കഴിഞ്ഞാൽ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഹിന്ദുക്കൾ ഒത്തിരി പഠിച്ച് മുന്നേറും. ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളേ അല്ല. പ്രശ്നങ്ങളാണ്, പക്ഷെ പ്രശ്നങ്ങളല്ല. അത് ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മളെങ്ങനെയായിരുന്നു 15-ാമത്തെ വയസ്സിലെന്ന്. നമ്മൾ 15-ാമത്തെ വയസ്സിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിരുന്നോ? ഈ തലമുറ, എൻ്റെ തലമുറ പോയിരുന്നില്ല. അതിന് മുമ്പുള്ള തലമുറ പോയിരുന്നു. അതിന് മുമ്പുള്ള തലമുറയോ? അപ്പോൾ ഓരോ തലമുറയിലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് എന്ത് കൊടുക്കുവാൻ നമുക്ക് കഴിയും? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ ഒരു കോൺവെർസേഷൻ,
ഒരു സംഭാഷണത്തിനിടയിൽ കുട്ടി ചോദിച്ചു, ഈ വില കൂടിയ നെയ്യും പാലും ഒക്കെ ഹിന്ദുക്കൾ കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹത്തിൻ്റെ തലയിൽ ഒഴിക്കുന്ന എന്തിനാന്ന്? 1 ലിറ്റർ നെയ്ക്ക് എത്രയാ പൈസ? 1 ലിറ്റർ പാലിന് എത്രയാ പൈസ? ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ അമ്പലത്തിൽ ദൈവത്തിൻ്റെ തലയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വടിയെടുത്തു. വേണ്ടാത്ത ചോദ്യങ്ങൾ മറ്റൊന്നും ചോദിച്ചാൽ ആ കുട്ടിക്ക് അമ്പലത്തിൽ വിശ്വാസം ഉണ്ടാവില്ലോ? പേടിപ്പിച്ച് നിർത്താം, പക്ഷെ ഒരു കുട്ടിയെ ഉയർത്തി നിർത്തണം, ഭയപ്പെടുത്തി നിർത്താം. ഭയപ്പെടുത്തി ഒരുപാട് ആളുകളെ നിശബ്ദരായിട്ട് നിർത്താം, അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് നിർത്തണം. എന്താണ് ക്ഷേത്രം? എന്തിനാണ് ക്ഷീരധാര? എന്താണ് നെയ്യഭിഷേകം? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ കുട്ടിയുടെ ഉള്ളിലുണ്ടായാൽ ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? നോക്കൂ, പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പക്ഷെ പഞ്ചഭൂതങ്ങളെ മനുഷ്യൻ അറിയുന്നത് എങ്ങനെയാ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ആകാശം ശബ്ദം, ചെവി; വായു സ്പർശം, ത്വക്ക്; അഗ്നി കാഴ്ച, കണ്ണ്; ജലം രസം, നാവ്; ഭൂമി ഗന്ധം, മൂക്ക്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ മനുഷ്യൻ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. എന്നാൽ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചരസങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഒന്നിക്കുന്ന ഒരൊറ്റ സ്ഥലമുണ്ട് ഭൂമിയിൽ. അതേതാണ് മോനെ? മോന് പറഞ്ഞു കൊടുക്കണം, മോൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് ക്ഷേത്രം. നീ രാവിലെ അമ്പലത്തിലെത്തി ശ്രീകോവിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് നീ കണ്ണു തുറന്നാൽ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ദേവന്റെ ചൈതന്യവത്തായ രൂപത്തെ കാണുന്നു. കണ്ണുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. കണ്ണിന് ഏറ്റവും നല്ല കാഴ്ച കിട്ടി. മണിയുടെ മുഴക്കം, മന്ത്രത്തിന്റെ ഉച്ചാരണം, ഇടക്കയുടെ നാദം ക്ഷേത്രങ്ങളിൽ പതിവാണ്. അത് നിന്റെ ശബ്ദമാണ്. ചെവിക്ക് ഏറ്റവും നല്ല കേൾവി കിട്ടി. എള്ളും നെയ്യും നാളികേരവും ഒന്നിച്ചു കത്തിക്കുന്ന ഗണപതി ഹോമങ്ങൾ നടത്തപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ. നിന്റെ മൂക്കിന് ഏറ്റവും നല്ല മണം കിട്ടി. അതുകൊണ്ട് വെളിച്ചെണ്ണ മില്ലിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഒരു സുഖാണില്ലേ, നല്ലൊരു മണാണ്. നിന്റെ നെറ്റിയിൽ തൊടുവാൻ അല്പം ചന്ദനം കിട്ടി, കുങ്കുമമോ ഭസ്മോ കിട്ടി, ഒരു തുളസിക്കതിര് കിട്ടി. അത് ചെവിയുടെ പിറകിൽ നീ വെച്ചു. നിന്റെ സ്കിന്നിന് ഏറ്റവും നല്ലത് കിട്ടി. നിന്റെ നാവിനുള്ളിലേക്ക് കഴിക്കുവാൻ തുളസി തീർത്ഥം ലഭിച്ചു. നോക്കൂ, 5 മിനിറ്റ് അമ്പലത്തിൽ ചെലവഴിച്ചാൽ പഞ്ചഭൂതങ്ങൾ അതിൻ്റെ മോസ്റ്റ് പവർഫുൾ അവസ്ഥയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് സയന്റിഫിക്കൽ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു കൊടുക്കൂ. അല്ലാതെ തലയിൽ നെയ്യൊഴിച്ചതിന് വടിയെടുത്ത് തല്ലിയാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പൊ കുട്ടി അറിവ് കൊണ്ടാണ് ഒരാളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയുന്നത്. അറിവ് കൊണ്ടുള്ള കീഴ്പ്പെടുത്തൽ നിത്യമായ കീഴ്പ്പെടുത്തലാണ് ഒരാൾക്ക്. ശരി, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, വിശക്കുന്നവന് നിങ്ങൾ മീൻ കൊടുക്കരുത്, ചൂണ്ട കൊടുക്കണം. മീൻ കൊടുത്താലോ നാളെയും കൊടുക്കണം, മറ്റന്നാളും കൊടുക്കണം. എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്നവനും അവൻ വാങ്ങുന്നവനുമായിരിക്കും. എന്നാൽ ചൂണ്ട കൊടുത്താലോ? പൊന്നു മോനെ, ഞാൻ ഈ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ട് നീയും ഇങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത് എന്ന് ചൂണ്ട കൊടുത്ത് പഠിപ്പിച്ചാൽ ജീവിതകാലം മുഴുവൻ അവൻ നന്ദിയുള്ളവനായിരിക്കും. ജീവിതകാലം മുഴുവൻ അവനെ കൊണ്ടുള്ള ഒരു ശല്യവും നമുക്കുണ്ടാവുകയും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹിന്ദുവിൻ്റെ വിശ്വവിശാലമായ കാഴ്ചപ്പാടുകളെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ആചരണങ്ങളിലൂടെയാണ്. അപ്പം കുടുംബത്തിൻ്റെ ഭദ്രത, ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠ്യവിഷയം. നമ്മളെല്ലാവരും ഇവിടെ സ്വൈരായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും കുടുംബസമേത വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കുടുംബത്തിൽ പലരും ഇവിടെ വരാതെ ഉണ്ടാവില്ലേ. പക്ഷെ നമ്മളെന്താ ഇവിടെ സ്വൈരായിട്ടിരിക്കുന്നത്? നമ്മുടെ കുടുംബം നമ്മുടെ വീട്ടിൽ സ്വൈരമാണെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇവിടെ വരാത്ത ആളുകൾ നമ്മുടെ വീട്ടിൽ സ്വൈരമായിട്ട് ഒന്നുകിൽ മൊബൈൽ കാണുന്നു, അല്ലെങ്കിൽ TV കാണുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു, അങ്ങനെ അല്ലെങ്കിൽ നാമം ജപിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഈ നിമിഷം നിങ്ങളോ ഞാനോ അറിയുന്നു നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായി എന്ന്. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മുടെ കുടുംബം നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ആ കുടുംബം ഭദ്രമായിരിക്കണം. ആ കുടുംബത്തിൽ എന്നും സമാധാനമുണ്ടാവണം. ആ കുടുംബത്തിൽ എന്നും ശാന്തി ഉണ്ടാവണം. കുടുംബം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. 2 തരം ലവ് ഉണ്ട്, കണ്ടീഷണൽ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ടു, മോഹിച്ചു പോയി. അത്ര സുന്ദരിയാ. ഗംഗാദേവിയോട് ഐ ലവ് യു പറഞ്ഞു. ഗംഗ യെസ് പറഞ്ഞു, വിത്ത് കണ്ടീഷൻ. കൂടെ കണ്ടീഷൻ പറഞ്ഞു, നിങ്ങളെ കല്യാണം പോയേക്കാം, നിങ്ങൾ സുന്ദരനാണ്, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ ഒരൊറ്റ വാക്ക് ഇങ്ങോട്ട് പറയുന്നത്, ഞാൻ എന്തും ചെയ്യും.
അങ്ങനെ ഒരു പുരുഷനോ സ്ത്രീയോ പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? നമ്മൾ കഴിക്കുമോ? ബുദ്ധിമുട്ടായിരിക്കും. കാരണം കണ്ടീഷണൽ ലവ് എപ്പോഴും ബാധ്യതയാണ്. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള സ്നേഹം എപ്പോഴും ബാധ്യതയാണ്. അങ്ങനെ കണ്ടീഷൻ വെച്ചു. പക്ഷേ ഈ മതിമറന്നുപോയി ഗംഗയുടെ സൗന്ദര്യത്തിൽ. കല്യാണം കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ടായി. ഗംഗാദേവി കൊണ്ടുപോയിട്ട് നദിയിലിട്ടു. എന്ത് പറയാൻ പറ്റുമോ? 2ാമത്തെ കൊല്ലം 2ാമത്തെ കുട്ടിയുണ്ടായി, കൊണ്ടുപോയി നദിയിലിട്ടു. 7 വർഷം കൊണ്ട് 7 കുട്ടികളുണ്ടായി, കൊണ്ടുപോയി നദിയിലിട്ടു. 8ാമത്തെ കുട്ടിയെ പ്രസവിച്ചു. നദിയിലിടാൻ വേണ്ടി പൊക്കിയതും കൈക്ക് പിടിച്ചു. ഗംഗ അതോടുകൂടി ബന്ധവും അവസാനിപ്പിച്ചു. ദിസ് ഈസ് കണ്ടീഷണൽ ലവ്. ഇതാണ് കുടുംബത്തിൽ ഒരിക്കലും കണ്ടീഷണൽ ലവ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഒന്നാമത് അമ്മമാർ പ്രസവിച്ചതിൻ്റെ കണക്ക് പറയരുത്. ഞാൻ നിന്നെ 10 മാസം വയറ്റിൽ ധരിച്ചു. നിങ്ങളോട് അവൻ പറഞ്ഞോ എന്നെ 10 മാസം ധരിക്കൂ എന്നല്ല. പ്രസവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. കല്യാണം കഴിച്ച എല്ലാ സ്ത്രീകളും പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കലൊരു കഴിവല്ല. ഗർഭിണിയാവുക, പ്രസവിക്കുക, അതൊരു ഭാഗ്യമാണ്. അപ്പം നമുക്കൊരു കുഞ്ഞ് പിറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. മക്കളെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ് പറയുവാൻ നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററിൽ അമ്മമാർ വരാറുണ്ട്, അച്ഛന്മാരൊക്കെ വരാറുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ മൈൻഡ് അങ്ങോട്ട് ഓപ്പൺ ആവില്ല. കാരണം അവർ പിടിച്ചു വച്ചിരിക്കുന്ന ചില വാശിയിൽ നിന്നുകൊണ്ടാണ് അവർ മക്കളെ കാണുന്നത്, അവരുടെ തലത്തിൽ നിന്നുകൊണ്ട്. അവസാനം നമ്മൾ പറയും, നമ്മുടെ വിശ്വാസപ്രകാരം ശരിക്കും മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് ആത്മാവിനെയാണോ ശരീരത്തിനെയാണോ? ശരീരത്തെയാണ്. ആത്മാവ് അവൻ്റെ പൂർവ്വജന്മ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ജന്മത്തിൽ നമ്മുടെ വയറ്റിൽ വന്ന് പിറന്നു. അപ്പം അച്ഛൻ്റെ ശരീരത്തിലാണോ അമ്മയുടെ ശരീരത്തിലാണോ കുട്ടി ജനിക്കുന്നത്? അച്ഛൻ്റെ ശരീരത്തിലാണ് ആദ്യം ജനിക്കുന്നത്. അച്ഛൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് രൂപപ്പെട്ട ബീജം അമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയെങ്കിൽ അച്ഛൻ്റെ ശരീരത്തിൽ ജനിക്കപ്പെട്ട കുട്ടിയെ അമ്മയ്ക്ക് ഗർഭാധാനം ചെയ്യുന്നു. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തേത് ഗർഭാധാനം. നമ്മൾ പഠിച്ചിരിക്കേണ്ട 16 കാര്യങ്ങളാണ്. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ചിന്തിക്കാം. 16 മണിക്കൂർ വേണ്ട വിഷയമാണ്. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ. ഒരു കുഞ്ഞപ്പൻ ജനിക്കണം. ജനിച്ചാൽ എന്ത് ചെയ്യണം? ഒടുവിൽ 100ാമത്തെ വയസ്സിൽ മുത്തശ്ശനായിട്ട് മരിച്ചാൽ ഷോഡശ സംസ്കാരപ്രകാരം അന്ത്യേഷ്ടികരണം. അതെങ്ങനെയാണ്? അപ്പം ഇങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് അണ്ടവും ബീജവും സമ്മാനിച്ച് ഗർഭപാത്രം സ്ത്രീക്കുള്ളത് കൊണ്ട് ആ ഗർഭപാത്രത്തിൽ കുഞ്ഞായി വളർന്ന് 10 മാസം കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ കുഞ്ഞിന് പ്രാണൻ അഥവാ ആത്മാവിനെ പ്രദാനം ചെയ്യുന്നത് അച്ഛനും അമ്മയും അല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് മക്കൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും ഉരുകി ഇല്ലാതാകരുത്. കാരണം അച്ഛനും അമ്മയും മക്കൾക്ക് നൽകിയത് ശരീരമാണ്. അവൻ്റെ പൂർവ്വജന്മ സംസ്കാരവും അനുസരിച്ചിട്ടാണ് 3 മക്കളുണ്ടെങ്കിൽ 3 കോലത്തിലായിരിക്കും, 3 പേർ 3 രൂപത്തിലുമായിരിക്കും, 3 ഭാവത്തിലുമായിരിക്കും. ഇത് അടിസ്ഥാനപരമായിട്ട് ഹിന്ദു കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലെയും മാതാപിതാക്കൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഈ കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കുവാനുള്ള ഒരവസരം ഈശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട്, മറിച്ച് അവൻ്റെ ആത്മാവ് ഞാൻ നൽകിയതല്ല. അപ്പം നമ്മുടെ കുടുംബം ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു കുടുംബമുണ്ട്, അതാണ് ദശരഥ മഹാരാജാവിൻ്റെ കുടുംബം. ആ കുടുംബവും നമ്മളുമായിട്ട് എന്താണ് ബന്ധം? നമുക്ക് അല്പസമയം കുടുംബത്തിൻ്റെ ഭദ്രത സനാതന ധർമ്മത്തിൽ എന്നതുകൊണ്ട് നമുക്കത് ചിന്തിക്കാം. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരാ. കൗസല്യ, കൈകേയി, സുമിത്ര. 3 ഭാര്യമാരോടും തുല്യ സമീപനം. എന്നാൽ ചെറിയൊരു വീക്ക്നെസ് കൈകേയിയോടുണ്ട്. അത് വലിയ പാരയുമായി പാർഷ്വാലിറ്റി, പക്ഷഭേദം നമ്മളെ തകർത്ത് കളയും. അതീവ സുന്ദരി കൂട്ടത്തിൽ കൈകേയിയായിരുന്നു. കേകയ രാജ്യത്തെ രാജകുമാരി, ഭ്രമിച്ചു പോകുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമ. ആ കൈകേയി യുദ്ധഭൂമിയിൽ തേരാളിയായിട്ട് വർദ്ധിച്ചു. അപ്പം ഭർത്താവിനൊപ്പം ഭാര്യ എവിടം വരെ പോകണം? യുദ്ധഭൂമി വരെ. സ്ത്രീ ആയിപ്പോയി എന്നത് ഒന്നിൻ്റെയും പരിമിതിയായിട്ട് ഭാരതം സങ്കല്പിച്ചിട്ടില്ല.
പുരുഷൻ യുദ്ധത്തിന് പോകുന്നുവെങ്കിൽ അവനെ തേര് തെളിയിക്കുവാൻ